എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രം പൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മാനവീയ വീതിയിലൊരു ഫോട്ടോ എക്സിബിഷൻ നടക്കുകയാണ്. ഈ എക്സിബിഷൻ്റെ പ്രത്യേകത അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ നിരവധി മലയാളി ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഫോട്ടോസ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് 40-ന് മുകളിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഏറ്റവും മികച്ച സൃഷ്ടികൾ, അതായത് സ്നേഹം, പ്രകൃതി തുടങ്ങിയ സബ്ജക്റ്റുകളാണ് ഇതിൻ്റെ വിഷയമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം ഒരു ഫോട്ടോഗ്രാഫി മത്സരവും കൂടി അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മാനവീയ വീതിയിൽ ഇത്തരത്തിലുള്ള നിരവധി സാംസ്കാരിക പരിപാടികൾ നടക്കുകയാണ്. നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം. നമസ്കാരം ചേട്ടാ, ഒന്ന് പരിചയപ്പെടുത്താമോ പ്രേക്ഷകർക്ക്? താങ്കളുടെ പേര്? എൻ്റെ പേര് റോയ് ഉമ്മൻ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ. ഓക്കെ. നമ്മൾ മുമ്പൊരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അതെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പ്രദർശനത്തെക്കുറിച്ച് രണ്ട് വാക്ക് പ്രേക്ഷകരോട്. ബിയോണ്ട് ദ ഫ്രെയിംസ് ട്രിവാൻഡ്രം നടത്തുന്ന ഫസ്റ്റ് ഇന്റർനാഷണൽ എക്സിബിഷൻ. ഓക്കെ. ഇതിനകത്ത് ഏകദേശം 46 ഫോട്ടോഗ്രാഫേഴ്സ് മത്സരിക്കുന്നുണ്ട്. മത്സരമാണിത്. അതായത് സ്നേഹം അതിനൊരു ഡിഫൈൻ ചെയ്ത് ഇതിലായിട്ടും പറഞ്ഞിട്ടില്ല. അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കാണാം, മൃഗങ്ങളിൽ നിന്ന് കാണാം. അതായത് പല നിങ്ങൾ ഇത് ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ആ സ്നേഹത്തിനെ കുറിച്ചുള്ളൊരു മത്സരവും, പിന്നെ അതിൻ്റെ വൈകുന്നേരം അതിൻ്റെ ഒരു ചടങ്ങ്, ഗോൾഡ് മെഡൽ, സിൽവർ, ബ്രോൺസ്, പിന്നെ കൗൺസിലേഷൻ പ്രൈസ് ഉണ്ടായി. അപ്പോൾ എത്ര ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഇതിൽ മത്സരിക്കുന്നത്? ഏകദേശം 48ഓളം. ഓക്കെ. അപ്പോൾ അതിൽ ഇപ്പം പുതുമുഖങ്ങളായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലേ? പുതുമുഖങ്ങളല്ല, എല്ലാവരും വെൽ നോൺ അറിയുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്ത് പേരുകളൊക്കെ വെച്ച് വരുന്നുണ്ട്. അതിനകത്ത് എല്ലാവരും വൈൽഡ് ലൈഫുകാരുണ്ട്, നേച്ചറിസ്റ്റ് ഉണ്ട്, ഹ്യൂമൻ ഉണ്ട്, ഫാഷൻ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പിന്നെ വേൾഡ് ഇവിടെ തന്നെ ഇന്ത്യയിൽ വൺ ഓഫ് ദ ടോപ്പ് ആണ് നമ്മുടെ അതിൻ്റെ ഒരു അംബാസഡർ ആയിട്ടുള്ളത്. പിന്നെ മോഹൻ തോമസിന്റെ പടങ്ങളുണ്ട്, അപർണ പുരുഷോത്തമന്റെ പടങ്ങളുണ്ട്, പിന്നെ സീമ സുരേഷിന്റെ പടങ്ങളുണ്ട്, ജെന്നി മറിയയുടെ പടങ്ങളുണ്ട്. മനസ്സിലായോ? ഇവരുടെയൊക്കെ പടങ്ങൾ, അവരാണ് ഞങ്ങളുടെ അംബാസഡേഴ്സും അസോസിയേറ്റ്സുകളും ഇവരാണ്. ശരിക്കും ഇത് ഈ ഒറ്റ ദിവസത്തേക്കേ ഉള്ളല്ലേ? അതൊരു വലിയ നെക്സ്റ്റ് ഇയർ ഞങ്ങൾ ഇത് ഒരു വിപുലമായ ഒരു 4-5 ദിവസത്തേക്ക് നടത്തുന്നത്. അപ്പം ഇന്നിപ്പം ഇത് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്തത് വലിയൊരു സംഭവം. എന്തായാലും നമുക്ക് നല്ലൊരു ഇവന്റ് ആണല്ലോ ഇവിടെ. മാനവീയ വീതി എന്ന് പറഞ്ഞാൽ അത്രയും ഓപ്പൺ ആയിട്ട് ആൾക്കാർ. അതെ, വൈകുന്നേരം ഇപ്പൊ തന്നെ രാവിലെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ. എന്നാലും വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും. വലിയൊരു വിജയമായി തീരട്ടെ. ഇന്റർനാഷണലി പ്രശസ്തരായ മലയാളികളുടെ ചിത്രങ്ങളുണ്ട്. അപ്പൊ എനിക്കറിയില്ല ചേട്ടാ, ഇതൊന്ന് പറഞ്ഞുതരാം. ഈ ഫോട്ടോസ്, ഈ ഫോട്ടോഗ്രാഫി വിഷ്ണു എന്ന് പറഞ്ഞ ആളുടെയാണ്. ഈ വിഷ്ണു എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വെളിയിലുള്ള ഓസ്കാറിന് തുല്യമായി വെച്ച് ഫോട്ടോഗ്രാഫിയിൽ അവാർഡ് കിട്ടിയ വിഷ്ണുവിന്റെ ഫോട്ടോസ് ആണ്. ഓക്കെ. ഇത് ജെന്നി മറിയല്ലേ അവരുടെ? അതിന്റെ നമുക്ക് ആ ഒരു ക്വാളിറ്റി കാണുമ്പോൾ തന്നെ വളരെ. ഇത് മോഹൻ തോമസിന്റെ ആണ്, ഫേമസ് ആയിട്ടുള്ള. ഓക്കെ. അതുപോലെ തന്നെ ഇത് പ്രകാശ് പ്രേംജിത്ത് നാരായണന്റെ പടങ്ങളാണ്. ഇന്റർനാഷണലി വലിയ ഫേമസ് ആണ്. ഇയാൾ സ്പോർട്സ് രംഗത്തും ഫോട്ടോഗ്രാഫിയിലും വളരെ പ്രമുഖനാണ്. കാരണം തന്നെ ഇപ്പം ആസ്ട്രോയിലേക്ക് തിരിഞ്ഞൊക്കെയാണ്. ഇത് സൂര്യന്റെ അത് ശരിക്കും ഇതാണല്ലേ, മാർസ് ആണല്ലേ? മാർസ്. നിങ്ങൾക്ക് ഇത് കാണാമെന്ന് അറിയത്തില്ല. ഈ കാണുന്ന ഡോട്ട് യഥാർത്ഥത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് മാർസ് അതിൽ വന്നതാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ പടം തന്നെയാണ് ഈ ഓറ. ഓക്കെ. പിന്നെ ഈ കാണുന്ന പ്രസന്റ്, അതുപോലെ തന്നെ പിന്നെ പുള്ളിക്കാരൻ സ്പോർട്സ് ഫെറാറിയുടെ ഫോർമുലയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ് പ്രേംജിത്ത് നാരായണ. ഓക്കെ. ഇത് ആരുടെയാണ്? ഫേമസ് ഫോട്ടോഗ്രാഫർ ദിലീപ് അന്തിക്കാടിന്റെയാണ്. അതുപോലെ തന്നെ വിഷ്ണുവിന്റെ അടുത്തൊരു പടമാണ് ഇത്. ഇതല്ലേ? ഇതൊരു ശ്രീലങ്കൻ ആൾക്കാരന്റെ പടമാണ്. എനിക്ക് പേരിപ്പം കിട്ടുന്നില്ല. എല്ലാം ലവ് ആണ്. തോമസ്, രഞ്ജിത്ത് നാരായൺ.
ആകെ ഒരൊറ്റ ദിവസം മാത്രമേ ഈ എക്സിബിഷൻ ഉള്ളൂ. അതൊരു വലിയൊരു ദുഃഖകരമായ സംഭവമാണ്. എന്തായാലും ഇനി വരും കാലങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന എല്ലാവർക്കും എത്തിച്ചേരുവാൻ പറ്റുന്ന തരത്തിലുള്ള പ്രദർശനം സംഘടിപ്പിക്കുമെന്നാണ് ഇതിൻ്റെ സംഘാടകർ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ക്യാമറ എടുക്കുന്നവരും മൊബൈൽ ഫോണുള്ളവരെല്ലാവരും ഫോട്ടോഗ്രാഫർമാർ തന്നെയാണ്. പക്ഷേ ഈ എക്സിബിഷൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതല്ല ഫോട്ടോഗ്രാഫി. ആ പണി അറിയാവുന്നവർ അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഈ എക്സിബിഷനിൽ കാണുവാനാകും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.